പാലക്കാട് ആൾക്കൂട്ടക്കൊലയിൽ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ്. നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ആർഡിഒയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. പട്ടികജാതി പീഡന നിരോധന നിയമവും ആൾക്കൂട്ടക്കൊല വകുപ്പും ഉൾപ്പെടുത്താൻ ധാരണയായിരിക്കുകയാണ്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് കുടുംബം ആവശ്യപ്പെടുന്നത് നഷ്ടപരിഹാരം എന്നുള്ള തുകയിലേക്ക് തീരുമാനമായിട്ടില്ലേ? പ്രതിഷേധം തുടരുകയാണോ മോർച്ചറിക്ക് മുൻപിൽ? തീർച്ചയായും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് മോർച്ചറിക്ക് മുൻപിൽ. അതായത് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബവും കുടുംബത്തിനൊപ്പം എത്തിയവരും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ഈ സർക്കാർ പ്രതിനിധിയായി അവിടേക്ക് എത്തിയ പാലക്കാട് RDO പറഞ്ഞത്. ഈ നേരത്തെ നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് തീരുമാനം ഏകദേശം 10 ലക്ഷം രൂപയോളം നൽകാമെന്നുള്ളതായിരുന്നു ഈ സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് കുടുംബം തയ്യാറായിട്ടില്ല. മാത്രമല്ല, ആൾക്കൂട്ട കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യം രേഖാമൂലം ഉറപ്പ് നൽകണം എന്ന ആവശ്യമാണ് ആ സമയത്ത് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയെങ്കിൽ പോലും പക്ഷേ കുടുംബം അതിൽ തൃപ്തരായില്ല. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും വേണം എന്ന ഒരു നിലപാടുമായി അവർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവർ പ്രതിഷേധിക്കുകയാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ജാർഖണ്ഡ് സ്വദേശിയായ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീട്ടുകാർ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയും ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. രാംനാരായണന്റെ കുടുംബം ഇപ്പോഴും ഈ മനുഷ്യാവകാശ പ്രവർത്തകരും കൂടെയുണ്ട്. മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. RDOയുമായി നടത്തിയ ചർച്ചയിലും ധാരണയാകാത്തതിനെ തുടർന്നാണ്. വലിയ കഷ്ടമാണ്. ഇപ്പോഴും മോർച്ചറിക്ക് മുൻപിൽ മൃതദേഹം ഏറ്റുവാങ്ങാനാകാതെ ആ കുടുംബം പ്രതിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ധാരണയുമായിരിക്കുന്നു.